ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തിൽ ഒരുമിച്ച് ചേർന്ന് വന്ന് തിരുവചനം പഠിക്കുവാനായിട്ട് കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമുക്ക് വചനം പഠിക്കുവാനായിട്ട് അവസരം കൂടെ നൽകിയല്ലോ. സൗഖ്യവും ആരോഗ്യവും നന്മകളെല്ലാം നൽകി നമ്മെ നടത്തുന്ന കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നമ്മളിവിടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആഹാരമുണ്ട്, നമ്മൾ കഴിക്കാൻ ആവശ്യമായ ആഹാരമുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യമായ ആഹാരത്തെക്കാൾ ആഗ്രഹിക്കുന്ന ആഹാരമാണ് പലപ്പോഴും കഴിക്കാറ്. ഒരു കാലത്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ മീറ്റിങ്ങിന് കൂടി നമ്മൾ പറയുമായിരുന്നു, ഒരു കാലത്ത് വേണ്ടതുപോലെ വായിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിയാത്ത, ഇത്രത്തോളം ജ്ഞാനവും വിവേകവും ഇല്ലാത്ത കാലത്ത് നമ്മുടെ പിതാക്കന്മാര് ദൈവവചനം അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ ഗ്രഹിക്കുവാനായിട്ട് വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ വളരെ അധ്വാനിച്ച് ആണ് അവരത് പഠിച്ചത്. എന്നാൽ ഇന്ന് പഠിക്കാനായിട്ട് ധാരാളം സംവിധാനങ്ങളും സാഹചര്യങ്ങളും അന്നത്തേക്കാൾ മനുഷ്യ ബുദ്ധിവികാസമൊക്കെ ഉണ്ടായപ്പോൾ അങ്ങനെ പഠിക്കാനായിട്ടുള്ളൊരു താല്പര്യമില്ല, കേൾവിക്കാരായിട്ട് മാത്രം തീർന്നു. ബരോവയിലെ വിശ്വാസികളെ പോലെ കേട്ടത് അങ്ങനെ തന്നെയാണോ എന്ന് പോയി വായിച്ച് നോക്കി പഠിച്ച് കുറിപ്പുകൾ തയ്യാറാക്കാനായിട്ടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു താല്പര്യം, അതിനോടുള്ള ഒരു വചനത്തോടുള്ള ഒരു ആഗ്രഹം, അഭിനിവേശം ഇല്ലാതെ പോകും. ഞാനിങ്ങനെ പറയട്ടെ, നമ്മുടെ ഈ പഠനം, റോമാലേഖന പഠനം ഒരു കേൾവിക്ക് ഒരു പക്ഷേ അത്ര ഇമ്പകരമായിരിക്കില്ല. ഇത് തികച്ചും ഒരു പഠനമാണ്, ഒരിക്കലും ഒരു പ്രസംഗമായിരിക്കില്ല. അതുകൊണ്ട് പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടെ സാവകാശത്തിൽ നിങ്ങൾ കേൾക്കുകയും ഈ സഭയുടെ ഗ്രൂപ്പിലിടുന്നതായിരിക്കുന്ന വോയിസും അതുപോലെ അതിൻ്റെ ഔട്ട്ലൈനൊക്കെ നോക്കി വീണ്ടും കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ലേഖനകർത്താവ് എന്താണ് ഉദ്ദേശിച്ചത് അതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങൾ ഈ വർഷങ്ങൾക്ക് ശേഷം എപ്പോഴെങ്കിലും റോമാലേഖനം വായിക്കുമ്പോൾ, അല്ല ആരെങ്കിലും റോമാലേഖനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്യം ഉദ്ധരിക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ വാക്യം ഇന്ന കാര്യമാണ് ആ വാക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്ച്വൽ ഇന്റർപ്രിട്ടേഷനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ സാന്ദർഭികമായ ഒരു വ്യാഖ്യാനം, എന്താണ് ലേഖനകർത്താവ് ഉദ്ദേശിച്ചത്, അതാണ് നമ്മൾ പഠിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. കർത്താവ് അതിന് ആവശ്യമായ കൃപ നമുക്ക് നൽകുമാറാകട്ടെ. അത് മനസ്സിലാക്കണമെന്ന്, ആ സന്ദർഭം മനസ്സിലാക്കാനായിട്ട് അതിന്റെ പശ്ചാത്തലം നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ലഘുവായിട്ട് പറയുകയുണ്ടായി. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനോട് കൂട്ടിച്ചേർക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിലെ പ്രമാദമായ ഒരു ദുരുപദേശമായിരുന്നു ന്യായപ്രമാണവാദം എന്ന് പറയുന്നത്. ന്യായപ്രമാണവാദം എല്ലാ കാലത്തും ദൈവവചന സത്യങ്ങൾക്കെതിരെയുള്ള ഉപദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ഒരു പ്രബലമായ, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ സഭ നേരിട്ട ഒരു പ്രതിസന്ധിയായിരുന്നു ഈ ന്യായപ്രമാണവാദം. അതെന്താണ്? നമ്മൾ വായിക്കും അപ്പോസ്തലപ്രവൃത്തി 15:1. ഇതാണ് എവിടെ നിന്ന് ആളുകൾ വന്നു? അപ്പോസ്തലപ്രവൃത്തി 15:1 മറക്കരുത്. യഹൂദിയിൽ നിന്ന് ചിലർ വന്ന് മോശ കൽപ്പിച്ച ആചാരപ്രകാരം പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ കഴിയില്ല എന്ന് സഹോദരന്മാരെ പഠിപ്പിച്ചു. അപ്പൊ യഹൂദിയിൽ നിന്ന് പറഞ്ഞാൽ യെരൂശലേം സഭയിൽ നിന്ന് എവിടേക്ക് വന്നു? അന്ത്യോക്യ സഭയിലേക്ക്. അന്ത്യോക്യ സഭയിലുള്ളവരെ എങ്ങനെ? ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ആളുകളാണ്. അവർ പരിച്ഛേദന ഏറ്റിട്ടില്ല. അപ്പൊ അവരോട് പറയുകയാണ്, യഹൂദ മതാനുസാരികളായി തീരണം, അല്ലെങ്കിൽ നിങ്ങൾ യഹൂദന്മാരായി തീരണം, പരിച്ഛേദന ഏൽക്കണം, എങ്കിലേ രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. അതാണ് ന്യായപ്രമാണം. മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ താഴെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതൊന്ന് പറയേണ്ടത് അത്യാവശ്യമാണ്. 1-2 കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് നമുക്ക് റോമാലേഖനത്തിലെ അതിന്റെ
മുഖവരിലേക്ക് പോകാം. 15-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 15. അതിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഒന്നുകൂടെ വായിക്കുന്നു. യഹൂദയിൽ നിന്ന് ചിലർ വന്ന്, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാതെ രക്ഷപ്രാപിപ്പാൻ കഴിയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട്, ഇപ്പോൾ ഇവരെവിടെ നിന്ന് എവിടെയാണ്? അന്ത്യോക്യയിലാണ്. അന്ത്യോക്യയിൽ ആരുണ്ട്? 12-ാം അധ്യായം നമ്മൾ ചിന്തിച്ച 12-ാം അധ്യായത്തിൽ അന്ത്യോക്യ സഭയിലേക്ക് ആരെ അയച്ചതായി യെരൂശലേമിൽ നിന്ന്? ബർന്നബാസിനെ. ബർന്നബാസ് പോയി ആരെ കൂട്ടിക്കൊണ്ടുവന്നു? പൗലോസിനെ കൂട്ടിക്കൊണ്ടു. അപ്പൊ അവർ രണ്ടുപേരും അവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു കൂട്ടം ആളുകൾ വന്ന് ദുരുപദേശം പറയുമ്പോൾ മിണ്ടാതെ പാപത്തിൽ നിൽക്കുകയല്ല. എന്തുണ്ടായി? അല്പമല്ലാത്ത വാദവും. എന്തിനാ വാദവും തർക്കവും? പാട്ട് 2 പാടണോ 3 പാടണോ എന്നുള്ളതാണോ? കസേര എങ്ങോട്ട് തിരിച്ചിടണം? 3 വരി കസേര ഇടണോ 4 വരി കസേര ഇടണോ? അതാണോ? അയ്യോ, അതല്ല. സുവിശേഷ സത്യങ്ങൾ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ, നമ്മൾ അത് അവിടേക്കാണ് നമ്മൾ വരുന്നത്. പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി അരുളി ചെയ്ത സുവിശേഷ സത്യങ്ങൾ, ആ സത്യങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും പഠിപ്പിച്ചാൽ, അകത്ത് പഠിപ്പിച്ചാൽ അവിടെ എന്തുണ്ടാകണം? തർക്കമുണ്ടാകണം. അതിനെ വിരോധിക്കണം, അതിനോട് എതിർക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്റെ ഇഷ്ടങ്ങൾക്കാരെങ്കിലും ഇഷ്ടക്കേട് കാണിച്ചാല് അതിനെയല്ല വിരോധിക്കേണ്ടത്. ഓക്കെ, താഴേക്ക് വായിക്കാം. അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെ പറ്റി യെരൂശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊനീക്യയിലും ശമര്യയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ച് സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അവർ യെരൂശലേമിൽ എത്തിയാറേ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. അതായത് 13-14 അധ്യായങ്ങളിലുള്ള 1-ാം മിഷണറി യാത്രയിൽ ജാതികളുടെ അടുക്കൽ പോയി സുവിശേഷം അറിയിച്ചതും ജാതികൾ വിശ്വസിച്ച് ദൈവകൃപയിലേക്ക് വന്ന കാര്യം എവിടെ ചെന്ന് പറയുക? യെരൂശലേമിലെ സഭയിൽ ചെന്ന് പറയുക. അപ്പൊ അങ്ങനെ അവരെ കേൾക്കുമ്പോൾ അവരെന്ത് ചെയ്യും? സ്തോത്രം എന്ന് പറയണം അല്ലേ? സ്തോത്രം പറഞ്ഞില്ല. വായിച്ചു 5-ാം വാക്യം. എന്നാൽ പരീക്ഷിച്ച പക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ പറഞ്ഞില്ല. അങ്ങനെ അവര് ജാതികളിൽ നിന്നാണ് അവർ വിശ്വാസത്തിൽ വന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യണം? അപ്പൊ അത് എഴുന്നേറ്റ് പറഞ്ഞത് പരീക്ഷ പക്ഷത്ത് നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ പരിച്ഛേദനക്കാർ. മറ്റു വേദഭാഗങ്ങളൊക്കെ പരിച്ഛേദനക്കാരെന്ന് നമ്മൾ കാണുന്നുണ്ട്. അവിടെ വായിക്കുമ്പോൾ 2 വാക്യങ്ങൾ വായിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ വീണ്ടും എന്തുണ്ടായി? അടുത്ത വാക്യം 7-ാം വാക്യം 6-ാം വാക്യം. ഈ സംഗതിയെ കുറിച്ച് വിചാരിക്കാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നും കൂടി വളരെ തർക്കമുണ്ടായ ശേഷം ഇതിനെയാണ് നമ്മൾ ജെറുസലേം കൗൺസിൽ എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ? സുന്നഹദോസ് എന്ന് പറയുന്നത്. യെരൂശലേമിലെ സുന്നഹദോസ്. സഭാചരിത്രം പഠിക്കുമ്പോൾ ധാരാളം സുന്നഹദോസുകൾ ഇങ്ങനെയുള്ള തർക്ക വിഷയങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അവർ ഒടുവിൽ ഇവരെല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുകയാണ്. എന്താണ് തീരുമാനം? ജാതികൾ ന്യായപ്രമാണം അനുഷ്ഠിക്കേണ്ട ആവശ്യം ഇല്ല. ഒരു കത്ത് എഴുതി വിജാതീയ സഭകളിലേക്ക് എല്ലാം അയക്കുകയാണ്. 23 മുതലുള്ള വാക്യം. 23 മുതൽ വായിച്ചാട്ടെ. അവരുടെ കൈവശം വേണ്ടി അയച്ചിട്ടുള്ള അപ്പോസ്തലന്മാരും മൂപ്പന്മാരായ സഹോദരന്മാരും അന്ത്യോക്യയിലും സിറിയയിലും കിലിക്കിയിലും ജാതികളിൽ നിന്ന് ചില സഹോദരന്മാരുമുണ്ട്. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളെ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിലാണല്ലോ എന്ന് കേൾക്കും. അപ്പോ അപ്പോസ്തലന്മാര് പറഞ്ഞിട്ടല്ല ഇവര് പോകുന്നത്. നമ്മൾ 15-1 കണ്ടില്ലേ? യഹൂദയിൽ നിന്ന് യെരൂശലേമിൽ നിന്ന് ഇവർ ചെന്ന് ഈ ദുരുപദേശം പഠിപ്പിച്ചത് ആര് പറഞ്ഞു വിട്ടിട്ടല്ല. ആരുടെ അറിവില്ല? അപ്പോസ്തലന്മാരുടെ മൂപ്പന്മാരുടെ അറിവ് ഇല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തലന്മാരെയും മൂപ്പന്മാരെയും ഭയപ്പെടുത്തി അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ചില പ്രവൃത്തികൾ ചെയ്യുന്ന
ഒരു കൂട്ടം ആളുകൾ യെരൂശലേം സഭയിൽ ഉണ്ടായിരുന്നു. ഒരു തെളിവ് ഞാൻ പറയാം. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം നമുക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം. അപ്പോസ്തലപ്രവൃത്തി 10-ൽ ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? കൊർന്നല്യോസിന്റെ ഭവനത്തിലെ അപ്പോസ്തലനായ പത്രോസ് പോയി സുവിശേഷം അറിയിക്കുന്നതാണ്. അപ്പോൾ കൊർന്നല്യോസിന്റെ ദൈവദൂതൻ പ്രത്യക്ഷനായിട്ട് യോപ്പയിലേക്ക് ആളയച്ച് കേഫാവിനെ വരുത്തി, നീയും നിന്റെ ഗ്രഹം മുഴുവനും പറഞ്ഞേ അറിയാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് പറയൂ. നമ്മൾ കുറെ വർഷമായില്ലേ? എത്ര വർഷമായി? അപ്പൊ ഞാൻ അതുകൊണ്ട് എടുക്കാത്ത യോപ്പയിലേക്ക് ആളയച്ച് നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വചനം കേൾക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ കുറഞ്ഞ ദിവസം ആളെ അയക്കുക, ദൂതനെ അയക്കുക. അപ്പൊ ദൂതൻ ചെന്ന് യോപ്പയില് ഈ പത്രോസ് താമസിക്കുന്ന വീടിന്റെ കതക് മുട്ടുന്നതിന് മുമ്പ് കർത്താവ് പത്രോസിന് ഒരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. എന്താ ദർശനം? ഒരു തുപ്പെട്ടി ആകാശത്ത് നിന്ന് ഇറങ്ങി വരികയാണ് സ്വർഗത്തിൽ നിന്ന്. അപ്പൊ അതിലെന്തുണ്ട്? എല്ലാ വിധത്തിലുള്ള ഇടജന്തുക്കളും പക്ഷിമൃഗാദികളും ഉണ്ട്. എന്താണ് ശബ്ദം കേൾക്കുന്നത്? പത്രോസെ എഴുന്നേറ്റ് ആർക്ക് തിന്നുക, ആർക്ക് ഭക്ഷിക്കുക. അപ്പൊ പത്രോസ് എന്ത് പറയുന്നു? മലിനമായത് അശുദ്ധമായതൊന്നും തൊടരുത്, ഭക്ഷിക്കരുത് കർത്താവേ, അതാണ് പറയുന്നത്. അപ്പൊ ഒരു വേറൊരു ശബ്ദമുണ്ട്. ഏതാണ് ശബ്ദം? ഞാൻ ശുദ്ധീകരിച്ചതിന് നീ മലിനമെന്ന് നിരൂപിക്കരുത്. ഈ ശബ്ദം 3 വാക്ക് ആവശ്യമുണ്ടായിട്ട് ഈ പെട്ടി എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എന്താന്ന് മനസ്സിലായി? അപ്പൊ എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആര് വരുന്നത്? കൊർന്നല്യോസിന്റെ വീട്ടിൽ വചനം കേൾക്കാനായിട്ട് എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. അവന്റെ കുടുംബക്കാരെല്ലാവരും ഒരുങ്ങി അവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. യോഗം ക്രമീകരിച്ചിരിക്കുക, അവർക്ക് പ്രസംഗിക്കണം എന്ന് പറയാനായിട്ട് ദൂതം. അപ്പം മനസ്സിലായി. ആ പ്രസംഗം തുടങ്ങുന്നത് 26-ാം വാക്യം മുതൽ, അപ്പോസ്തലപ്രവൃത്തി 10-ന്റെ 26 മുതൽ പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? എന്താ? ദൈവത്തിന് മുഖപക്ഷത. 34 മുതലുള്ള വാക്യം. അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ യഥാർത്ഥമായി അംഗീകരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് എന്തില്ല? അതാ കാണിച്ചു കൊടുത്തത്. എന്തില്? ദർശനത്തില്. നീ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോകണം. യഹൂദൻ എവിടെ പോവില്ല? ജാതികളുടെ വീട്ടിൽ പോവില്ല. ജാതികളോടുകൂടെ സംസർഗമില്ല. അപ്പോ വിജാതീയനായ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോകണം, സുവിശേഷം പ്രസംഗിക്കണം. ആ ഒടുവിലത്തെ ആ പ്രസംഗം അവസാനിപ്പിക്കുന്ന വാക്യം നമുക്കറിയാവുന്ന വാക്യം 41-ാം വാക്യം. എന്താ? അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനമുണ്ട് എന്ന് സകല പ്രവാചകന്മാരും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം പറയാം. നിങ്ങൾ നോക്കിയിട്ട് പറയും. ഇവിടുത്തെ കോൺടെസ്റ്റില് ആ വാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഏവനും. പറഞ്ഞു സ്തോത്രം. ഏവനും. അതെന്താ കോൺടെസ്റ്റിൽ എന്താ പ്രത്യേകത? വിജാതിയൊന്നുമില്ല, യഹൂദനൊന്നുമില്ല, എല്ലാവർക്കും സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ക്രിസ്തു എന്ന് യഹൂദനെ രക്ഷിക്കാൻ മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് അവിടെ പറയുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഏവരും അവന്റെ നാമം മൂലം പാപമോചനം ഉണ്ടാകും. അത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വസിച്ചവരുടെ മേൽ ആത്മാവ് വന്നു. അവരെന്ത് ചെയ്തു? സ്നാനം കഴിപ്പിച്ചു. സ്നാനം കഴിഞ്ഞ് സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞ് സന്തോഷമായിട്ട് ചെല്ലുക. എവിടേക്ക്? സഭയിലേക്ക് പത്രോസ് തിരികെ ചെല്ലുക. തിരികെ ചെല്ലുമ്പോൾ നിങ്ങൾ വായിച്ചു 11-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ വായിച്ചു. ജാതികളും ദൈവവചനം കൈക്കൊണ്ടുവരുന്ന അപ്പോസ്തലന്മാരും യഹൂദരുടെ സഹോദരന്മാരും കേട്ടു. പത്രോസ് യെരൂശലേമിലെത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു, നീ അഗ്രസഭയിൽ അടുത്ത് ചെന്ന് അവരോട് കൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. കണ്ടോ? അവിടെ ചെല്ലാൻ നോക്കി ഇവര് ന്യൂസ് കിട്ടി. അതാ വായിക്കാം. ന്യൂസ് കിട്ടിയത് ജാതികളും ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടു. അപ്പോൾ സന്തോഷിക്കേണ്ടതിന് പകരം ഒരു കൂട്ടം ആളുകൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പത്രോസ് വരുമ്പോൾ കോളറിനെ പിടിക്കാൻ ചോദിക്കുക. എന്ന് ചോദിച്ചു, നീ ജാതികളോടുകൂടെ ഭക്ഷിച്ചു, നീ തിന്നു. അവരുടെ കൂടെ ഇവിടെ കൂട്ടായ്മ കിട്ടാഞ്ഞിട്ടാണോ, ഇവിടെ ഭക്ഷണം ഇല്ലാഞ്ഞിട്ടാണോ നീ ജാതികളുടെ ഇടയ്ക്കിലേക്ക് പോയെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോ
പത്രോസ് ആദ്യം മുതലുള്ള കാര്യങ്ങൾ തത്ത പറയുന്നത് പോലെ പറയുന്നതാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഓരോ കാര്യങ്ങൾ പറയുന്നതാണ്, അത് പറയേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഒന്നാമത്തെ പോപ്പെന്ന് ചിലരൊക്കെ ഗണിക്കുന്ന പത്രോസിന് ആ കാര്യങ്ങളോട് വിശദീകരിക്കേണ്ടതായിട്ട് വന്നു. ഇനി തീർന്നില്ല. നിങ്ങൾ ഗലാത്യലേഖനം 2-ാം അധ്യായം എടുത്താട്ടെ. നമുക്ക് ആ ഗലാത്യലേഖനം 2-ാം അധ്യായത്തിലേക്ക് പോകാം. ഇതിന്റെ ഗൗരവം, ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. നമ്മൾ പഠിക്കാൻ പോകുന്ന ലേഖനത്തിൽ അതിന് 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. എന്നാൽ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന് 11 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ കേഫാവ് അന്തോക്യയിൽ വന്നപ്പോൾ അവരിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവരോട് എതിർത്ത് നിന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോട് കൂടെ തിന്നുപോകും. പൗലോസ് എവിടെയാണ്? അന്ത്യോക്യയിലേക്ക് ആര് വന്നു? പത്രോസ് വന്നു. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാല് അവന് കുറ്റം കാണുകയാൽ ഞാൻ അവനോട് അഭിമുഖമായി എതിർത്തു. ആരോട് എതിർത്തു? പൗലോസ് പത്രോസിനോട് എതിർക്കാൻ എന്താ കാരണം? യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ. അപ്പോസ്തലപ്രവൃത്തി 15:1 യഹൂദിയിൽ നിന്ന് ചിലർ വരും മുമ്പേ. എല്ലാം ഒന്ന് തന്നെ. എവിടെന്നാ? യെരുശലേമിൽ നിന്ന്. യെരുശലേമിൽ നിന്ന് ചിലർ വരുന്നതിന് മുമ്പ് അവൻ ജാതികളോട് കൂടെ തിന്നു പോകുന്നു. ജാതികൾ എന്ന് പറയുന്നത് ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ദൈവമക്കളോട് കൂടെ, വിശ്വാസികളോട് കൂടെ തിന്നു പോകുന്നു. അവൻ തിന്നു പോന്നു. അവൻ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 15:2 കൂടെ ചേർത്ത് ചിന്തിക്കണം. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ സുവിശേഷം അറിയിച്ച് അവര് രക്ഷയിലേക്ക് വന്ന് അവരെ സ്നാനപ്പെടുത്തി തിരിച്ചു വന്നപ്പോ ആരാ പിടിച്ചത്? പരിച്ഛേദനക്കാർ. അപ്പൊ ഇവിടെ ജാതികൾ പരിച്ഛേദനക്കാരെന്ന് പറയുന്നത് മുഴുവനായിട്ട് ഉദ്ദേശിച്ച് ജനറലി പറഞ്ഞിരിക്കുന്നതല്ല. പിന്നെന്താ? സഭയ്ക്കകത്ത് വിജാതിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആളുകൾ, സഭയ്ക്കകത്ത് ജാതി പരിച്ഛേദനക്കാരിൽ അല്ലെങ്കിൽ യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആളുകൾ. എഫെസ്യർ 2:15 നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്യം എന്ന് പറഞ്ഞു, മുമ്പേ നിങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദനയേറ്റവരാൽ അക്കരെ ധർമ്മിക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അപ്പൊ അവിടെ പറയുന്ന മുമ്പേ നിങ്ങൾ ജാതികളായിരുന്നു ജനറലി പറഞ്ഞിരിക്കുന്ന യഹൂദന്മാര് ജാതികൾ, പരിച്ഛേദന ഏറ്റവര് കേൾക്കാത്തവര്, അതാണ് അതിനർത്ഥം. പക്ഷെ ഇവിടെ പറഞ്ഞെന്താ? പരിച്ഛേദനക്കാർ വന്നു എന്ന് പറഞ്ഞാൽ റോഡിൽ കൂടെ നടന്നു പോകുന്ന പരിച്ഛേദനക്കാരൻ വന്നാണോ അവിടെ? അല്ല, സഭയ്ക്കകത്ത് പരിച്ഛേദനാവാദം പറയുന്നവർ എല്ലാവരും പറയുന്നില്ല, എല്ലാ യഹൂദ വിശ്വാസികളും പറയുന്നില്ല. ഒരു കൂട്ടം യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരിൽ ഒരു കൂട്ടം ആളുകൾ പഠിപ്പിക്കുകയാണ് പരിച്ഛേദനവാദം അല്ലെങ്കിൽ ന്യായപ്രമാണം കൂടെ അനുസരിക്കണം, പരിച്ഛേദന കൂടെ അനുസരിക്കണം. അപ്പൊ അവരെ വിളിച്ചിരിക്കുന്ന പേരാണെന്ത്? പരിച്ഛേദനക്കാർ. അതുകൊണ്ടാണ് ഞാൻ ആ പേരിട്ടത് പരിച്ഛേദനവാദം എന്നുള്ളത്. അപ്പൊ അവര് വന്നപ്പോ ആര് പേടിച്ചു? പത്രോസ് പേടിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോസ്തലന്മാരെ മൂപ്പന്മാരെ ഭയപ്പെടുത്തി തങ്ങളുടെ ദുരുപദേശമൊക്കെ വ്യാപിപ്പിക്കുന്ന, അല്ലെങ്കിൽ അന്നുണ്ടായ എല്ലാ സഭകളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അവരോടായിരുന്നു പോരാട്ടം. ആ ദുരുപദേശത്തിനെതിരെയാണ് അപ്പോസ്തലനായ പൗലോസ് ജീവിതകാലം മുഴുവനും പോരാടിയത്. അവിടെ അവരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു. അടുത്ത വാക്യം വായിക്കുന്നത്, ശേഷം യഹൂദന്മാര് അവരോടുകൂടെ കപടം കാണിച്ചതിനാൽ ബർന്നബാസ് അവരുടെ കാപട്യത്താൽ പൗലോസിനെ കൊണ്ടുവന്നാണ് ബർന്നബാസ്. ഇപ്പൊ എല്ലാവരും തെറ്റി. ഇപ്പൊ ആരുള്ളൂ? പൗലോസ്. ഇവിടെയാണ് സുവിശേഷം. അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, നമ്മളെ കോരി ധരിപ്പിക്കുന്ന വാക്യം, 14-ാമത്തെ വാക്യം. അവർ സുവിശേഷത്തിന്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട്. എന്താ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണോ? അല്ല. പിന്നെ 5-ാം വാക്യം, 2-ന്റെ 5-ാം വാക്യം നോക്കി. സുവിശേഷത്തിന്റെ സത്യം ഞങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തു. സുവിശേഷത്തിന് ഒരു സത്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്, സുവിശേഷത്തിൽ ചേരേണ്ട കാര്യങ്ങളുണ്ട്, ചേരാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. സുവിശേഷത്തിന്റെ ഉപദേശ സത്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അവിടെ
പ്രതികരിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് താഴേക്ക് 21 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ പിന്നീട് വായിച്ചാൽ ഗലാത്യലേഖനം നമ്മുടെ വിഷയമല്ല, പക്ഷെ റോമാലേഖനം ഗലാത്യലേഖനം ഒരേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഇതാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അപ്പോസ്തലൻ പൗലോസ് റോമാലേഖനം എഴുതുന്നത്. വിശ്വാസത്താലാണ് നീതീകരണം, കർമ്മം ആവശ്യമില്ല, പ്രവൃത്തി ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതങ്ങനെ അംഗീകരിക്കാൻ സുവിശേഷ വിഹിത സഭകളിലുള്ള ആളുകൾക്കും കഴിയുന്നില്ല. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകളും ചിന്തിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യുന്നത് വിശുദ്ധമായി ജീവിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ ആളുകളെ പ്രേരിപ്പിക്കേണ്ട ആവശ്യമില്ല. വിശുദ്ധമായി ജീവിക്കേണ്ടെന്നല്ല, റോമാലേഖനം പഠിച്ചു വരുമ്പോൾ അത് മനസ്സിലാവും. വിശ്വാസത്താലാണ് നീതീകരണം എന്ന അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. അവിടെ ആ വാക്കുണ്ടല്ലോ, പരിച്ഛേദനക്കാർ. ഫിലിപ്പിലേഖനം 3-ാം അധ്യായത്തിലുണ്ട് വിച്ഛേദനക്കാർ. അത് പറയുന്നവരെ കുറിച്ചാണ്. ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ എന്ന് പറയുന്നു. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ എന്ന് പറയുന്നത് ഇവരെ കുറിച്ച്. ഈ അകത്തുള്ള ആളുകൾ, പുറത്തുള്ള പരിച്ഛേദനക്കാരല്ല. തീത്തോസിന്റെ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത് എന്താ? അത് വായിച്ചേ കടന്നു സ്റ്റാർട്ടിങ് തീത്തോസ് 1:10. വൃഥാവാചാലന്മാരും മനോവഞ്ചകരും വഴങ്ങാത്തവരുമായ പലരുമുണ്ടല്ലോ, വിശേഷാൽ പരിച്ഛേദനക്കാർ. അപ്പൊ അത് എവിടെയുണ്ട് ഈ ലേഖനം? തീത്തോസിനെ എഴുതുന്നത്. തീത്തോസ് എവിടെയാ? ക്രേത്ത ദ്വീപിലാണ്. ക്രേത്ത ദ്വീപിൽ. അപ്പൊ അവിടെയും ഈ വക കൂട്ട ആളുകളുണ്ട്. എവിടെയൊക്കെ സഭകളുണ്ടായോ അവിടെയെല്ലാം ഈ ദുരുപദേശം ചെന്നിട്ടുണ്ട്. അതാണ് ഈ ലേഖനം. അപ്പൊ നമ്മൾ ചിന്തിക്കും, അപ്പൊ ഇത് പരിച്ഛേദന, യഹൂദൻ, ജാതി, അതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്തിനത്? നമ്മളുമായിട്ട് എന്താ ബന്ധം? പണ്ടാരോ പറഞ്ഞു അല്ലെ, കൊരിന്ത്യരോട് പറഞ്ഞത് കോലഞ്ചേരിക്കാർക്ക് എന്നാണ്. കൊരിന്ത്യരോട് പറഞ്ഞതിന് കോലഞ്ചേരിക്കാർക്ക് എന്നാന്ന് ചോദിച്ചത്, ദൈവവചനത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും ആപ്റ്റാണ്, പ്രായോഗികമാണ്. ഈ പരിച്ഛേദനവാദത്തിന്റെ മറ്റൊരു വകഭേദമാണ് കർമ്മമാർഗം എന്ന് പറയുന്നത്. പരിച്ഛേദന ഏൽക്കണ്ട എന്ന് പറഞ്ഞാൽ ഒരു കർമ്മവും വേണ്ട എന്നുള്ളതാണ്. കർമ്മം വേണ്ട പാപവചനത്തിന്. അപ്പൊ ഇന്നത്തെ എല്ലാ മതങ്ങളും ഇസങ്ങളും ഈ ഒരു വിധത്തിൽ പറഞ്ഞ വേർപെട്ട സഭാസമൂഹങ്ങളിൽ തന്നെയും പഠിപ്പിക്കുന്നത് ഇതിനെതിരാണ്. വിശ്വാസത്താലും നീതീകരണത്തിന് എതിരായ കാര്യമാണ്. അത് സുവിശേഷ സത്യങ്ങൾക്കെതിരാണ്. നമുക്ക് റോമാലേഖനത്തിന്റെ ആമുഖത്തിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ച നമ്മളത് പറഞ്ഞു തുടങ്ങിയിരുന്നു. നമ്മളതിന്റെ ഒന്നാമത്തെ അല്ലെങ്കിൽ ഈ ലേഖനത്തെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ വിഭജിച്ചതിന്റെ ഒന്നാമത്തെ വിഭജനം മുഖപുര എന്നുള്ളതാണ്. 1-ാം അധ്യായത്തിന് 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വന്ദനം. റോമിലെ വിശുദ്ധന്മാരെ അപ്പോസ്തലൻ പൗലോസ് വന്ദനം ചെയ്യുന്നതാണ്. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതിൽ താൻ പറയുന്നത് താൻ ആരാണ് എന്നും തൻ്റെ അനുവാചകരെ അവർക്കുള്ള ഗുണവിശേഷണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടും താൻ ചില കാര്യങ്ങൾ പറയുന്നതാണ് ഈ 7 വാക്യങ്ങൾ. അതിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസ് തന്നെ പരിചയപ്പെടുത്തുന്നത് തൻ്റെ 3 വിശേഷതകൾ പറഞ്ഞുകൊണ്ടാണ്. 1, 2, 3 വാക്യങ്ങൾ വായിക്കുന്നു. ദൈവം തന്നെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്നെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിനും പ്രിയനും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തന്നെ തന്നെ അവതരിപ്പിക്കുന്ന ആരായിട്ടാണ്? നോക്കിയിട്ട് പറഞ്ഞു. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ഒടുവിൽ അത് പറഞ്ഞ് സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ടവൻ. 1, 2 അപ്പോസ്തലൻ, 3 യേശുക്രിസ്തുവിന്റെ ദാസൻ. 3 കാര്യങ്ങളാണ്. ഇത് പറയുമ്പോൾ ഇത് വെറുതെ അങ്ങ് പറഞ്ഞതല്ല. ഞാൻ ആരാണെന്നുള്ളത് ഇതിനകത്തൊരു വ്യംഗ്യമുണ്ട്. ആ വ്യംഗ്യം എന്താണെന്ന് വെച്ചാൽ പൗലോസ് അപ്പോസ്തലനല്ല എന്ന്
സ്ഥാപിച്ച് നടക്കുന്ന കുറേ അധികം പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതായത് ഈ പരിശോധനവാദികളാ, ഈ ന്യായപ്രമാണവാദികളാ. അവരെന്തിനാ അത് പറയുന്നത്? എന്തിനാ പറയുന്നത്? പൗലോസ് പറയുന്ന സുവിശേഷം ശരിയല്ല എന്ന് സ്ഥാപിക്കാം. ഇന്നും ഒരു കൂട്ടം ആളുകൾ സുവിശേഷത്തിന്റെ സത്യം അതുപോലെ പഠിപ്പിക്കുന്ന നമ്മെ പോലെയുള്ള ആളുകൾ ആധികാരികമായവരല്ല, ഞങ്ങൾക്കാണ് വചനം പറയാൻ, പഠിപ്പിക്കാൻ, പ്രസംഗിക്കാനുള്ള അധികാരം ഉള്ളൂ, ഇവരൊക്കെ ഇന്നലെ പൊട്ടിമുളച്ചവരാണ്, ഇവർക്കൊന്നും ദൈവവചനം പ്രസംഗിക്കാനുള്ള അധികാരമില്ല എന്നാണ് എപ്പിസ്കോപ്പൽ സഭകളുടെ ഒരു വെപ്പ്, ഒരു ചിന്താഗതി. ഞാനെനിക്ക് നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ഒരു കത്തോലിക്ക സഹോദരങ്ങളുടെ ഒരു മാസിക വായിച്ചു നോക്കിയപ്പോൾ തേലക്കാട്ട് അച്ഛൻ്റെ ഒരു ലേഖനമാണ്. ആ ലേഖനത്തിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് തേലക്കാട്ട് അച്ഛന്, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിജ്ഞാനിയുമുള്ള ഒരു അച്ഛനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ലേഖനമാണ്. ആ ലേഖനത്തിന്റെ ഹെഡിങ് തന്നെ അവനവനിസം എന്നാണ്. അപ്പൊ എനിക്കൊരു ജിജ്ഞാസ തോന്നി, എന്താണ് അവനവനിസം? വായിച്ചു വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. അതായത് അപ്പോസ്തോലിക അധികാരം കത്തോലിക്ക സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്നതൊക്കെ അവനവനിസമാണ്, അവനവന് തോന്നുന്നത് പറയുന്നതാണ് എന്നാണ്. കത്തോലിക്ക സഹോദരങ്ങളുടെ അവരുടെ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കാതോലിക്കവും ലൈംഗികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ്. അയ്യോ, ലൈംഗികമാകണമെങ്കിൽ, നിങ്ങൾ ലൈംഗികമാകണമെങ്കിൽ, അപ്പോസ്തോലികമാകണമെങ്കിൽ അപ്പോസ്തലന്മാർ എന്താണ് വിശ്വസിച്ചത്? ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോസ്തലൻ പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തുവിനെ ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. ഇത് അവനവനിസമല്ല. ഇത് ലൈംഗികമാകണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അപ്പോസ്തലികമാകണമെങ്കിൽ, ആരെങ്കിലും അപ്പോസ്തലികമാകണമെങ്കിൽ അപ്പോസ്തലന്മാർ ഓരോരുത്തരും തങ്ങൾക്ക് തോന്നുന്നതല്ല പ്രസംഗിച്ച് ആണോ? അല്ല. അവരെന്താ പ്രസംഗിച്ച്? ഇവിടെ നിന്ന് എടുത്തു പറഞ്ഞു, പ്രവാചകന്മാർ ക്രിസ്തുവിനെ കുറിച്ച് മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ്. ഈ സുവിശേഷം പോലും പ്ലാൻഡ് ആണ്. അത് പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല. നമ്മളെ കുറിച്ച് അതാണല്ലോ പെട്ടെന്ന് പൊട്ടിമുളച്ചത്. അയ്യോ, ഞങ്ങൾ പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല. ഞങ്ങൾ നവീകരണകർത്താക്കളല്ല, ഞങ്ങൾ പൂർവീകരണത്തിലേക്ക് പോയവരാണ്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ പറഞ്ഞത് വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോസ്തലന്മാർ പറഞ്ഞത്, അല്ലെങ്കിൽ ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ പ്രവാചകന്മാർ പറഞ്ഞ യേശുവിനെ പ്രസംഗിച്ച അപ്പോസ്തലന്മാരുടെ പ്രമാണങ്ങൾ അതുപോലെ വിശ്വസിച്ച് അംഗീകരിക്കാത്ത ഒരുവരും ലൈംഗികമല്ല, അപ്പോസ്തലികം അല്ല. 1000 പേരും കൂടി പറഞ്ഞതുകൊണ്ട് ശരിയാവില്ല. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലനല്ല എന്ന് വലിയ കൂട്ടം ആളുകൾ താൻ പോയി സുവിശേഷം അറിയിച്ച് രൂപീകരിക്കപ്പെട്ട സഭകളിലൊക്കെ നടന്നു പറഞ്ഞു. ഒന്നാം മിഷണറി യാത്രയിൽ സ്ഥാപിതമായ ഗലാത്യ സഭകൾ 3-4 സഭകളുണ്ട്. ലുസ്ത്ര, ദർബ, ഇക്കോന്യ, അന്ത്യോക്യ മുതലായ പിസിദ്ധിയിലെ അന്ത്യോക്യ മുതലായ സഭകൾ, സ്ത്രീയിലെ അന്ത്യോക്യല്ലേ, ആ സഭകളിലൊക്കെ പോയി പറഞ്ഞു. അപ്പൊ പൗലോസ് സുവിശേഷം അവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് അവര് പൗലോസ് തിരിച്ചു വന്നപ്പോഴേക്ക് ഈ ആളുകൾ ചെന്ന് പറഞ്ഞു, പൗലോസ് അപ്പോസ്തലനല്ല, ഞങ്ങൾക്കാണ് ക്രിസ്തു അധികാരം തന്നിരിക്കുന്നത്, ഈ പുള്ളി തന്റെ കയ്യിൽ നിന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കണം. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമ്മുടെ ചങ്ക് പൊട്ടും. ഒന്നാമത് ഞാൻ എൻ്റെ ശരീരത്തിലുള്ള ബലഹീനത നിമിത്തം നിങ്ങളോട് സുവിശേഷം അറിയിക്കാൻ വന്നപ്പോൾ നിങ്ങൾ എന്നെ ദൈവദൂതനെ പോലെ, ക്രിസ്തുയേശുവിനെ പോലെ കൈക്കൊണ്ടു. നിങ്ങളുടെ ഈ ഭാഗ്യപ്രശംസ
എവിടെ? ഞാൻ നിങ്ങളോട് സുവിശേഷം സത്യം പറയുകയാൽ ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? ഇപ്പൊ അവരെ ആരായി? ശത്രുവായി. എന്താ കാരണം? പൗലോസ് അപ്പോസ്തലൻ എന്നൊക്കെ മുഖസ്തുതി പറഞ്ഞ് അവരെ വളച്ച്, ചക്രവാക്കും മുഖസ്തുതിയൊക്കെ പറഞ്ഞ് വളച്ച് ഇവരെ സ്വീകാര്യനും പൗലോസിനെ അസ്വീകാര്യനുമാക്കി തീർത്ത് ഇവരെ എന്ത് ഏൽപ്പിച്ചു? പരിശോധന ഏൽപ്പിച്ചു. അതിനെതിരെ ഗലാത്യലേഖനം പറയുന്നത് നോക്കണം. അപ്പോൾ പൗലോസ് അപ്പോസ്തലനാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് പൗലോസ് ഏത് യേശുവിനെ പ്രസംഗിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലാകുന്നതോ? അപ്പൊ ചോദിക്കും, പല യേശു ഉണ്ടോന്ന് ചോദിക്കും. ആ പ്രവാചകന്മാർ പറഞ്ഞ യേശുവിനെ അല്ല നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ പ്രസംഗിക്കുന്നെങ്കിൽ നിങ്ങൾ വേറെ യേശുവിനെയാണ് വിശ്വസിക്കുന്നത്. ആ യേശുവിനെ വിശ്വസിച്ചാൽ നിൽക്കത്തില്ല, രക്ഷയില്ല. അപ്പോൾ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ചാൽ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഞാൻ അവിശ്വാസതയുള്ള 4-ാം വാക്യം. ഒരുത്തൻ വന്നു ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാവുന്ന വേറൊരു സുവിശേഷം ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് ആശ്ചര്യം. കണ്ടോ? അന്ന് തന്നെ എന്തുണ്ടായിരുന്നു? പല സുവിശേഷം ഉണ്ട്, പല യേശു ഉണ്ട്. അപ്പൊ പല യേശു എന്ന് വെച്ചാല് ഈ ശരിയായ യേശുവിന്റെ മറവിൽ ഏത് സുവിശേഷം പ്രസംഗിച്ചാലും, ശരിയല്ലാത്ത ഏത് സുവിശേഷം പ്രസംഗിച്ചാലും അത് പ്രസന്റ് ചെയ്യുന്ന വേറെ യേശുവിനെയാണ്. ശരിയായ സുവിശേഷം അല്ലെങ്കിൽ അത് സുവിശേഷമേ അല്ല. അത് ഗലാത്യലേഖനം 1:6 പറയുന്നുണ്ട്. അത് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് പറയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം അല്ല. നിങ്ങളെ മറച്ച് കളയേണ്ടതിന്, നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറച്ചു കളയേണ്ടതിന് അത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ശരിയായ സുവിശേഷം എന്താണെന്ന് വിശദീകരിച്ചിരിക്കുക റോമാലേഖനത്തിൽ. ഞാൻ പറഞ്ഞു വന്നത്, പൗലോസ് അപ്പോസ്തലനായിരിക്കുന്നത് കുറെ പേര് കൂടി ആക്കിയതല്ല. അത് ആര് തീരുമാനിക്കണം? ക്രിസ്തുവിന്റെ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, ഏത് തത്വത്തിലാണ്, ഏത് പ്രമാണത്തിലാണ്, ഏത് തിയറിയിലാണ്, ഏത് സിദ്ധാന്തത്തിലാണ് വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് നമ്മളാക്കുന്നത്. അല്ല 100 പേര് കൂടി എന്നെ സുവിശേഷകനാക്കി ഞാനാവോ? ആരാക്കണം? ദൈവം ആക്കണം. ദൈവം ആക്കാത്ത ആളെ 100 പേര് കൂടി ആക്കിയാലോ, ദൈവം ആക്കിയ ആളെ 100 പേര് കൂടെ അല്ല എന്ന് പറഞ്ഞാലോ അല്ലാതാവുന്നു? അല്ലാതാകില്ല. അതാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞ യേശു ക്രിസ്തുവിനാൽ അപ്പോസ്തലനായവനാണ്. ആ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിനായി വേർതിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന സുവിശേഷം അല്ല. ഞാൻ പറയട്ടെ, തോന്നുമ്പോ അങ്ങ് വത്തിക്കാനിൽ നിന്നും, അങ്ങ് ഡമാസ്കസിൽ നിന്നും, അന്ത്യോക്യയിൽ നിന്നും, ഇറാഖിൽ നിന്നൊക്കെ ഡിഗ്രി എല്ലാം വിശ്വസിച്ച് പ്രമാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയോ? കാരണം ഈ സുവിശേഷം ദൈവം മുമ്പ് കൂട്ടി, ആ വാക്കുണ്ടല്ലോ വളരെ പ്രധാനപ്പെട്ട, മുമ്പ് കൂട്ടി പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതാണ്. 2-3 വാക്യങ്ങൾ അത് ചേർത്ത് വായിക്കാം. അതിന് സമാന്തര വാക്യങ്ങൾ ഈ റോമാലേഖനം തന്നെ 16-ാം അധ്യായത്തിന്റെ 16-24 മുതൽ വായിക്കും. റോമാലേഖനം 16-24 മുതൽ. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നത് നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന് അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിനെ. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ തന്നെ പൂർവ്വകാലം മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടത് നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി. അപ്പൊ പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാട്. പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ വെളിപ്പെടുത്തപ്പെട്ടതാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നതാണ്. അപ്പൊ അതിനനുസൃതമായ സുവിശേഷമായിരിക്കണം. അതിനനുസൃതമല്ലെങ്കിൽ അതെന്തല്ല. അതാണല്ലോ പൗലോസ് പ്രസംഗിച്ചത്. ആ
അവനിൽ വിശ്വസിക്കുന്ന ഏവൻ അവന്റെ നാമമൂലം പാപമോചനമുണ്ടെന്ന് സകല പ്രവാചകന്മാരും അതാണ് പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നതാണ്. എല്ലാവർക്കും ഉണ്ടെന്ന്. അയ്യോ, മതവൽക്കരണവാദിയെ ജാതിവാദവുമായി നടത്തുന്ന യഹൂദ, നിനക്ക് തെറ്റിപ്പോയി. പരിചയകണ്ട എല്ലാവർക്കും രക്ഷയുണ്ടെന്നും ഈ ക്രിസ്തു എല്ലാവരുടെയും രക്ഷകനാണെന്നും നേരത്തെ ചെയ്തിട്ടുണ്ട്, പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ബാക്കികൾ മാത്രം ഞാനൊന്ന് പറയാം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതൊന്ന് വായിക്കും. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ എഴുതുന്നവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായത്തിന്റെ 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളും 44-ാമത്തെ വാക്യം. ലൂക്കോസ് 24-ന്റെ 25 മുതൽ 27 വരെ. അപ്പോസ്തല പ്രവൃത്തി 26-ന്റെ 23 മുതൽ 29 വരെ. 26-ന്റെ 23 മുതൽ 29 വരെ. ലൂക്കോസ് 24-ന്റെ 25 മുതൽ 27 വരെ. കൂടെ 44-ാമത്തെ വാക്യം. ഓക്കെ, 1 പത്രോസ് 1-ന്റെ 10 മുതൽ 12 വരെ വാക്യം. നിങ്ങൾക്ക് വരാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാണ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വേണ്ടിയ കഷ്ടങ്ങളെ നിങ്ങൾക്ക് വരേണ്ട രക്ഷയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ. ഇതാര്? വിജാതിയർക്ക് ഈ ലേഖനം എഴുതുന്നത്. അപ്പൊ പറയോ, പൊന്തോസിനും ബിന്നുണ്ണിയിലും ഒക്കെ ചിതറിപ്പാർക്കുന്ന സഹോദരങ്ങൾക്കാണ്. അപ്പൊ രക്ഷയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ. മനോഹരമായ വാക്കുണ്ടല്ലോ അത്. പത്രോസിന്റെ 2-ാം ലേഖനത്തില് ഓർമ്മയിലേക്ക് വന്നത് പറഞ്ഞുകൊണ്ട് 2-ാം ലേഖനത്തിൽ അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ. 1-ാം അധ്യായത്തിന്റെ 16 മുതൽ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന് മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിന്റെ അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. 12-ാം വാക്യം. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടായി. 19-ാം വാക്യത്തിലാണത്. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. അപ്പൊ ഞങ്ങൾ കണ്ടത് കൊണ്ട് മാത്രമല്ല, ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായത് കൊണ്ട് മാത്രമല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. പിന്നെ പ്രവാചകവാക്യമുണ്ട് ഈ ക്രിസ്തുവിനെ കുറിച്ച്, രക്ഷകനെ കുറിച്ച്. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ആരാ? റോമാലേഖന പ്രകാരം നമ്മൾ ആരാ? നീതിമാന്മാർ. വിശ്വാസത്താല നീതിയാണ്. ഇത് ആര് പറഞ്ഞതാ? മോനായിട്ട് നീതിമാനാണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ പറഞ്ഞാവോ? ഇത് ആര് പറയണം? ക്രിസ്തു പറയണമെങ്കിൽ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി അറിയിച്ച സുവിശേഷം, തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷത്തിൽ മോനൊക്കെ അറിയണം, വിശ്വസിച്ച് ആശ്രയിക്കണം, ബാക്കിയെല്ലാം കളയണം. എങ്കിലേ എവിടെ പേരുണ്ടാവുള്ളൂ? ദൈവത്തിന്റെ പേരുണ്ടാവുള്ളൂ. ദൈവം അത് പറയുകയുള്ളൂ. പൗലോസ് പറയുക, ഞാൻ അങ്ങനെയാണ്. 2-ാമത്തെ കാര്യം, ആർക്കാണ് എഴുതുന്നത്? റോമാലേഖനം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോയത് അങ്ങനെ പറയേണ്ടതായിട്ട് വരും. നമുക്ക് മുന്നോട്ട് പോകാം. 2-ാം വാക്യത്തില് 3-ാം വാക്യത്തിൽ പൗലോസ് തന്റെ അനുവാചകരെ അഭിസംബോധന ചെയ്യുകയാണ്. അവരാരാണ്? റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് എഴുതുന്നത്. സ്തോത്രം. മരിച്ചു കഴിഞ്ഞവർ 300 വർഷം കഴിഞ്ഞ് വിശുദ്ധരാക്കിയതല്ല അവര്, ജീവിച്ചിരിക്കുന്നവരോടാ പറയുന്നത്. ലേഖനങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, കൊലോസയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. ആരാ വിശുദ്ധനാക്കി? ദൈവം വിശുദ്ധനാക്കി, ദൈവം വിശുദ്ധരാക്കി, ദൈവം നീതിമാനാക്കി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്ക്, റോമയിൽ ദൈവത്തിന് പ്രിയര്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല. ആർക്കും ഇഷ്ടം?
എന്താ കാരണം? എന്തായിരിക്കും കാരണം? ദൈവം ചെയ്ത ആ രക്ഷാവേലയിൽ നിങ്ങൾ വിശ്വസിച്ചു. ആ ദൈവം വെച്ച രക്ഷാവേലയിൽ തന്റെ പുത്രന്റെ ആ മരണത്തെ നിങ്ങളുടേതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്തു? സ്വീകരിച്ച ഒറ്റ കാരണത്താൽ ദൈവത്തിന് നിങ്ങൾ പ്രിയരാണ്. ആ മുടിയായ പുത്രനെ എന്തെല്ലാം ഒരുക്കക്കേടുകളാണ് ചെയ്തത്, എല്ലാം നശിപ്പിച്ചില്ലേ? ഈ തിരിച്ചു വരുമ്പോഴേ അപ്പൻ ഓടി നിന്ന് അവനെന്ത് ചെയ്യുന്നത്? എന്താ കാരണം? മകനായതുകൊണ്ട്, വേറെ ഒരു കാരണവുമില്ല. നാം ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന് മക്കളായി തീർന്നതിനാൽ ദൈവത്തിന് നമ്മൾ ആരാണ്? എല്ലാവർക്കും പ്രിയരാകണമെന്ന്. എല്ലാവർക്കും പ്രിയരാകാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല. ആളുകൾക്ക് പറ്റുന്ന ഒരു വലിയ പരാജയമാണ്, തോൽവിയാണ്, തെറ്റിദ്ധാരണയാണ്. എന്ത്? മക്കളുടെ പ്രിയപ്പെട്ടവരാകാം എന്ന മാതാപിതാക്കന്മാര് ചിന്തിക്കുന്നത്. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം മനസ്സിലാവുന്നത് അങ്ങനെയാകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനാകാം എന്ന് ചിന്തിക്കുന്നത് പറ്റില്ല, സാധ്യമല്ല. ആരുടെയും പ്രിയപ്പെട്ടവരാകാൻ കഴിയില്ല. കാരണം മനുഷ്യർ തങ്ങളെക്കാൾ അധികമായിട്ട് ആരെയും ചെയ്യുന്നില്ല, സ്നേഹിക്കുന്നില്ല. എന്നാൽ അങ്ങനെ സ്നേഹിക്കുന്നവന്റെ സ്നേഹത്തെ നിങ്ങൾ സ്വീകരിച്ചതിനാൽ അവന് നിങ്ങൾ പ്രിയരാണ്. നിങ്ങൾ എന്തുമാകട്ടെ, നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ വിജാതീയരാകട്ടെ, കറുത്തവനും വെളുത്തവനും ആരുമാകട്ടെ, കർത്താവിന് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നമ്മളെ എന്തെങ്കിലും ആണെന്നും മറ്റുള്ളവരുടെ പ്രിയം നേടാനൊക്കെയാണ് ആളുകൾ ധനം സമ്പാദിക്കുന്നതും എന്താ പറയുക സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പല കാര്യമുണ്ട്. നമ്മളോട് ബഹുമാനവും അടുപ്പവും ഒക്കെ കാണിക്കുന്നത് പണമുള്ള ഒരാളാണെങ്കിൽ ആ ബഹുമാനവും അടുപ്പവും ഒക്കെ കാണിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? പണത്തിന്റെ. അപ്പൊ ആരെ ബഹുമാനിക്കുന്നത്? ഈ വ്യക്തിയല്ല, പണത്തെയാണ് ബഹുമാനിക്കുന്നത്. നിങ്ങൾക്ക് ആ പണമില്ലാതെയാകുമ്പോൾ ഈ ചെറുക്കിന്റെ കൂട്ടുകാർക്ക് എന്ത്? ഇവന്റെ കൂടെ അടിച്ചു പൊളിക്കാണെന്ന് പറഞ്ഞവരെ കൊണ്ടുപോയില്ലേ? ഏത് കുടിയും പുത്തന്റെ കാര്യമാണ് പറയുന്നത്. അവർക്ക് എന്ത്? എപ്പോ പോയി? പണമില്ലാതായപ്പോ പോയി. അപ്പൊ ആരെ ഇഷ്ടപ്പെട്ട്? അയ്യോ, ഇതെല്ലാം ഇല്ലാതായി നാറുന്നവനായി പ്രാകൃതനായി വരുമ്പോൾ ഈ അപ്പൻ എന്ത് ചെയ്യാം? അപ്പന്റെ പ്രിയം, എന്റെ മകൻ നഷ്ടപ്പെട്ടവനായി നമ്മൾ കർത്താവിന് ഏറ്റവും പ്രിയരാണ്. ഒറ്റ കാരണം, നമ്മുടെ പുത്രന്റെ ചങ്കലശോര എനിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ നെല്ലിക്കുന്നത്തുള്ള ഈ നടത്തറയിലുള്ള അല്ലെങ്കിൽ ചെറയ്ക്കോടോ കാച്ചേരിയിലോ അഞ്ചേരിയിലുള്ള ആളുകളെക്കാൾ ദൈവം നിങ്ങളെ പ്രിയരായി തരുന്നതിന് ഒറ്റ കാരണമുള്ളൂ. മെഡിക്കനായി കൊണ്ടുവന്നു ഒരു കാരണമില്ല അല്ലേ? ഈ അവസ്ഥക്കാർ സ്തോത്രം. തടിക്ക് പോകാം, നല്ല വായിക്കും. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവരാണല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ അപ്പോസ്തലത്വം ലഭിച്ചത് ആരാലാണ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു ഭാഗമാണിത്. അതിലെ രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അഞ്ചാമത്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുക. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടവനാണല്ലോ. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജഡം സംബന്ധിച്ച് ആരാ? ദാവീദിന്റെ
സന്തതിയിൽ നിന്ന് ജനിച്ചവൻ. പക്ഷെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ ആരാണെന്ന് ഉറപ്പിക്കപ്പെട്ടു. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. അപ്പൊ ഈ ദൈവപുത്രൻ എന്ന് മുതലുള്ളതാണ്. ദൈവപുത്രൻ എന്ന് മുതലുള്ളതാണ് അല്ലെ? യോഹന്നാൻ 1:1 എന്താ? ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ആദിയിലെ വചനം ആരാ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പൊ ദൈവം ഏതാ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഈ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ഈ വചനം ദൈവമായിരുന്നു. വചനം 14 വാക്യത്തിലേക്ക് വരുമ്പോൾ വചനം ഇതാരൊക്കെയാ? ആദ്യം വചനം ഉണ്ടായിരുന്നു. വചനം ആണ് ഈ പുത്രൻ. പുത്രൻ വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ആരോട് കൂടെയായിരുന്നു? പിതാവിനോട്. ഞങ്ങൾ അതവിടെ പറയുന്നുണ്ടല്ലോ അടുത്ത വാക്യം, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അവനാണ്ട് സുവിശേഷം 1 മുതൽ വായിക്കണേ. നമ്മൾ വിചാരിക്കുന്ന അറിയില്ല. അതായത് ആദിയിലുണ്ടായിരുന്ന വചനം, പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന പുത്രൻ. ആ പുത്രൻ നിത്യനായ പുത്രനാണ്, ആദിയിലുള്ള പുത്രനാണ്. ആ പുത്രനെ കുറിച്ചാണ് പ്രവാചകന്മാർ പ്രവചിച്ചത്. എന്താ? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം. എന്താർത്ഥം? ദൈവം നമ്മോടുകൂടെ. അതായത് ദൈവമായിരുന്നവനാണ് എന്ത് ചെയ്യുന്നത്? വന്ന് ജനിക്കുന്നത് മനുഷ്യനായിട്ട്. ബെത്ലഹേമിൽ ജനിച്ചപ്പോൾ ഉണ്ടായവനല്ല. ഇനി വാക്യമുണ്ട്. മീഖ 5:2 എന്താ? അല്ലയോ ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ ശാസ്ത്രങ്ങളിൽ എത്ര ചെറുതായിരുന്നാലും എന്റെ ജനത്തിന് അധിപതിയായിരിക്കേണ്ടവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ബാക്കി പറയും, അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതാണ്. പണ്ടേ ഉള്ളത്, അവൻ പണ്ടേ ഉള്ളവനാണ്. ഹിന്ദിയിൽ പറയുന്നത് ഫ്രം ദ ഇറ്റേണിറ്റി. അതാണ് യോഹന്നാൻ പറയുന്നത്. ആദിയിൽ ഉണ്ടായിരുന്ന വചനമാണ്. ആ ആദിയിൽ ഉണ്ടായിരുന്ന നിത്യപുത്രൻ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവിലെ നിത്യനായ പുത്രൻ ആരായിരുന്നു? മശിഹാ പുത്രനായിരുന്നു. അതാണ് ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ചെന്ന് പറയുന്നത്. അപ്പൊ ഇത് നിത്യപുത്രനാണെന്ന് തെളിയിക്കണ്ടേ? ഈ മശിഹാ പുത്രൻ, നസ്രായനായ യേശു മശിഹാപുത്രനാണെന്നും ഒപ്പം നിത്യപുത്രനാണെന്നും തെളിയിക്കപ്പെട്ടത് എന്തിനാലാണ്? അത് ദൈവം ഇടയ്ക്ക് വാഗൊണ്ട് പറയുന്നുണ്ട്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ പ്രസാദിപ്പിക്കുന്നു 1-2 പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷേ ദൈവം തന്നെ പ്രവൃത്തിയിലൂടെ അത് പറഞ്ഞു. അതവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതാ പ്രവൃത്തി? മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന്. മശിഹപുത്രനല്ല. ഈ യഹൂദന്മാരും കർത്താവും തമ്മിലുള്ള വാഗ്വാദത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, യഹൂദന്മാർ അന്നും ഇന്നും വിശ്വസിക്കുന്നത് 2 കാര്യം. ഒന്ന്, നസ്രായനായ യേശു മശിഹ അല്ല, അതായത് മശിഹാപുത്രനല്ല. 2, മശിഹാപുത്രൻ ഒരിക്കലും ആരല്ല? ദൈവപുത്രനാവില്ല, അതായത് ദൈവമാവില്ല. അതാണ് അവർ അന്നും വിശ്വസിക്കുന്നില്ല, ഇന്നും വിശ്വസിക്കുന്നില്ല. കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട് മാർക്കോസിന്റെ സുവിശേഷത്തിൽ. അതായത് ദാവീദ് പറയുന്നുണ്ടല്ലോ, കർത്താവിനോട്. അപ്പൊ ചോദിക്കുന്നുണ്ട്, ഈ കർത്താവ് മശിഹാപുത്രൻ ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെങ്കിൽ ദാവീദ് എന്തുകൊണ്ടാണ് പറയുന്നത് കർത്താവിനോട് പറയുന്നത്? കർത്താവിനോട് പറഞ്ഞ ആരോട്? പിതാവ് പുത്രനോട്. പിതാവ് പുത്രനോട് പറയുന്നത് എന്താ? ദൈവമേ നിന്റെ സിംഹാസനം എന്തുമെന്നേക്കുള്ളതാകുന്നു എന്ന് വിളിക്കുന്ന പുത്രനെ ദൈവമേ എന്നാണ്. അപ്പൊ നിത്യനായ പുത്രൻ ദാവീദിന്റെ വംശത്തിൽ വന്നത് പിറന്നു, ഉയർത്തെഴുന്നേറ്റതിനാൽ തെളിയിക്കപ്പെട്ടു. ആരാണെന്ന്? ദൈവപുത്രനാണ്, നിത്യനായ പുത്രനാണ്. അല്ലയോ യഹൂദ, നീ അത് സമ്മതിക്കണം. അല്ലയോ വിജാതിയരെ, അല്ലയോ പഠിച്ചവരെ, പഠിക്കാത്തവരെ, ആരൊക്കെ ഇത് വിശ്വസിച്ച് അംഗീകരിക്കുന്നുവോ
അവർക്ക് എന്തുണ്ട്? നിത്യ ജീവൻ. അവനാലാണ് സ്തോത്രം. അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും ഓർഡിനേഷൻ കിട്ടിയ ആയതല്ല. ചോദിച്ചേട്ടാ, ആണോ? അങ്ങനെ ആയതാണോ നമ്മൾ? അങ്ങ് മേളിൽ നിന്ന് എന്താ പറയുന്നത് പാരമ്പര്യമായിട്ട് കിട്ടിയത് അല്ല. ആരാ കിട്ടിയത്? മക്കളെ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. കാണുന്ന ദൈവമക്കൾ. ദൈവമക്കൾ എന്ന് പറഞ്ഞ ആരാ? ദാവീദിന്റെ സന്തതിയിൽ ജനിച്ചിട്ട് മരിച്ച് ഉയർത്തെഴുന്നേൽക്കാൻ ആരാ? ദൈവപുത്രൻ ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തവനാലാണ് നമ്മൾ ആരായിരുന്നത്. നമ്മൾ എന്താണോ അതായി തീർന്നത്. അവനാലല്ലോ സകല ജാതികളുടെയും കൃപ പ്രസംഗിക്കേണ്ടതിന് കൃപയും. അപ്പൊ ബോധ്യം നോക്കണം. നമ്മൾ ആരാണെന്നുള്ള ബോധ്യമാണ് വൃത്തിയായി ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നത്, അല്ലേ? അതാ ബോധ്യം. ഈ റോമാലേഖനം പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് ഉണ്ടാകണം. അതിനായിട്ട് കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവ്